Hi, I am Sharath. All of you welcome back to an introduction to Indian polity for civil service examination. In this session, we are continuing our discussion on executive branch of Indian state. കഴിഞ്ഞ സെഷനിൽ നമ്മൾ യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. സോ ഇൻ ദിസ് സെഷൻ വി ആർ ഡിസ്കസിങ് അബൌട്ട് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ ബൈ ഹാവിങ് സം ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓൺ ദിസ് ടോപ്പിക്. പാർട്ട് 6-ലാണ് യൂണിയൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിനെ കുറിച്ച് പറയുന്നത്. ആക്ച്വലി സ്റ്റേറ്റ് എന്ന് പറയുന്ന പാർട്ട് വരുന്നത് പാർട്ട് 6-ലാണ്. അതിലെ ചാപ്റ്റർ 2 ആണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിനെ കുറിച്ച് പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 153 മുതൽ 167 വരെയുണ്ട്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായി വരുന്നത് 3 ഓഫീസസാണ്. ദ ഗവർണർ, അതുകൂടാതെ ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതുകൂടാതെ ദ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദ സ്റ്റേറ്റ്. ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഗവർണറിനെ കുറിച്ചിട്ടാണ്. ആർട്ടിക്കിൾ 154-ലാണ് ഗവർണർ എന്ന് പറയുന്ന പോസ്റ്റിനെ കുറിച്ച് പറയുന്നത്. എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗവർണറിലാണ് വെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗവർണറിൻ്റെ പേരിലാണ് സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പവർ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നത്. ആർട്ടിക്കിൾ 163(1) കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നു. ഹെഡഡ് ബൈ ചീഫ് മിനിസ്റ്റർ ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ ഗവർണർ. ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇൻ സം കേസസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവർണർക്ക് ഡിസ്ക്രിഷണറി പവർ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങനെയൊരു പ്രൊവിഷൻ പ്രസിഡൻറ്റിൻ്റെ കാര്യത്തിൽ ഇല്ല. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 163(2), ഇഫ് ദ ഗവർണർ ഡിക്ലെയർ സം പവേഴ്സ് ആസ് ഇസ് ഡിസ്ക്രിഷണറി പവേഴ്സ് ദെൻ ഇറ്റ് ഈസ് ഫൈനൽ. അദ്ദേഹത്തിന് ഏത് പവറും അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിഷണറി പവറായിട്ട് മാറ്റാവുന്നതാണ്. പിന്നെ അത് ഫൈനലായിരിക്കും. സോ കമ്പയറിംഗ് ടു പ്രസിഡൻറ്റ്, ഗവർണറുടെ പോസ്റ്റ് എന്ന് പറയുന്നത് ഇൻ എ സ്റ്റേറ്റ് മച്ച് മോർ പവർഫുൾ ആണ്, ബേസ്ഡ് ഓൺ ഡിസ്ക്രിഷണറി പവേഴ്സ്. ഗവർണറുടെ അപ്പോയിൻമെൻറ്റും സർവീസ് കണ്ടീഷൻസും എന്താണെന്ന് നോക്കാം. ഗവർണറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുകൂടാതെ അറ്റ്ലീസ്റ്റ് 35 വയസ്സ് ആയിരിക്കണം. അദ്ദേഹം ഒരിക്കലും ഒരു യൂണിയൻ്റെയോ സ്റ്റേറ്റിൻ്റെയോ ലെജിസ്ലേച്ചറിലെ മെമ്പർ ആവാൻ പാടില്ല. അതുകൂടാതെ ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റും ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഇനി ഒരു ഗവർണറെ തന്നെ 2 സംസ്ഥാനങ്ങളുടെ ഗവർണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അലവൻസ്, എമ്യൂലമെൻറ്റ്സ് എന്നതൊക്കെ പ്രസിഡൻ്റാണ് തീരുമാനിക്കുന്നത്. ഒരു ഗവർണർ 5 വർഷമാണ് സാധാരണ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തുടരുന്നത്. എന്നാൽ പ്രസിഡൻറ്റിന് എപ്പോൾ വേണമെങ്കിലും ഒരു ഗവർണറെ റിമൂവ് ചെയ്യാവുന്നതാണ്. എ ഗവർണർ കണ്ടിന്യൂസ് ഹിസ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡൻറ്റ്. ഗവർണറിന് റിസൈൻ ചെയ്യാനും സാധിക്കും. അദ്ദേഹത്തിൻ്റെ റിസിഗ്നേഷൻ ലെറ്റർ പ്രസിഡൻറ്റിനാണ് കൊടുക്കേണ്ടത്. ഗവർണറിനെ റിമൂവ് ചെയ്യാനായിട്ട് ഒരു ഗ്രൗണ്ടും മെൻഷൻ ചെയ്യുന്നില്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ. പക്ഷേ സുപ്രീം കോർട്ട് പറയുന്നത് പ്ലഷർ ഓഫ് ദ പ്രസിഡൻറ്റിൽ ഗവർണർ റിമൂവ് ചെയ്യുന്നത് ജസ്റ്റിഫയബിൾ അല്ല എന്നുള്ളതാണ്. So there should be some legitimate reasons for removing a governor. ഗവർണറുടെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് നോക്കാം. ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പവേഴ്സ് ഗവർണർക്കുണ്ട്. ആദ്യത്തെ എക്സിക്യൂട്ടീവ് പവേഴ്സാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ എക്സിക്യൂട്ടീവ് ഡിസിഷൻസും ഗവർണറുടെ പേരിലാണ് എടുക്കുന്നത്. കൂടാതെ പ്രധാനപ്പെട്ട ഓഫീസുകളായിട്ടുള്ള ചീഫ് മിനിസ്റ്റർ, അഡ്വക്കേറ്റ് ജനറൽ, മറ്റ് മിനിസ്റ്റേഴ്സ്, ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇതുപോലെയുള്ള ഓഫീസുകളിലേക്കൊക്കെ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത് ഗവർണറാണ്. കൂടാതെ അദ്ദേഹം യൂണിവേഴ്സിറ്റീസിൻ്റെ ചാൻസലറാണ്. ആ പൊസിഷനിൽ ഉപയോഗിച്ചുകൊണ്ട് വൈസ് ചാൻസലേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും ഗവർണറാണ്. ഗവർണറുടെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ലെജിസ്ലേറ്റീവ് അസംബ്ലി സമൺ ചെയ്യാനും പ്രൊറോഗ് ചെയ്യാനും അതുപോലെ തന്നെ ഡിസോൾവ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ ഫസ്റ്റ് സെഷൻ ഗവർണറാണ് അഡ്രസ്സ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഫങ്ഷനിങ് അല്ല എങ്കിൽ ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും എക്സിക്യൂട്ടീവ് ആക്ഷൻ വേണമെങ്കിൽ ഗവർണർക്ക് ഓർഡിനൻസുകൾ പ്രൊമൾഗേറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി അസംബിൾ ചെയ്തിട്ട് 6 ആഴ്ചയ്ക്കുള്ളിൽ ഇത് അപ്രൂവ് ചെയ്തില്ലെങ്കിൽ ആ ഓർഡിനൻസ് ഇൻവാലിഡായി പോകും. അതുകൂടാതെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഒരു ആംഗ്ലോ ഇന്ത്യൻ മെമ്പറെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള, നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ള ഒരു സംസ്ഥാനമാണെങ്കിൽ ആ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് 6-1
മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പവർ എന്ന് വേണമെങ്കിൽ പറയാവുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന ബില്ലുകൾ ഇദ്ദേഹം അസെൻഡ് ചെയ്താൽ മാത്രമേ അതൊരു ആക്റ്റായി മാറുകയുള്ളൂ. ഒരു ബില്ല് ഗവർണറുടെ പരിഗണനയ്ക്ക് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഗവർണർക്ക് ഒന്നുകിൽ അതിനൊരു അസെൻഡ് കൊടുക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസെൻഡ് വിത്ത്ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ റീകൺസിഡറേഷന് വേണ്ടിയിട്ട് റിട്ടേൺ ചെയ്യാം. പക്ഷേ മണി ബില്ലിൻ്റെ കാര്യത്തിൽ ആ കാര്യം നടക്കില്ല. മണി ബിൽസ് അദ്ദേഹത്തിന് റിട്ടേൺ ചെയ്യാൻ സാധിക്കില്ല. ഇനി ഗവർണർക്കുള്ള ഒരു പ്രത്യേക പ്രൊവിഷനാണ് അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 200, ചില ബില്ലുകൾ പ്രസിഡൻറ്റിൻ്റെ പരിഗണനയ്ക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്യാൻ സാധിക്കും ഗവർണർക്ക്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീടുള്ള ആ എല്ലാ ഡിസിഷൻസും, ആ ബില്ലിൻ്റെ മുകളിലുള്ള എല്ലാ ഡിസിഷൻസും പ്രസിഡൻറ്റിനാണ്. അത് യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ സെഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഗവർണറുടെ ഫിനാൻഷ്യൽ പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മണി ബിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഗവർണറുടെ പ്രയർ റെക്കമെൻഡേഷൻ വേണം. അതുകൂടാതെ ബജറ്റുമായി ബന്ധപ്പെട്ട ഡിമാൻഡ്സ് ഫോർ ഗ്രാൻറ്റിന് ഇദ്ദേഹത്തിൻ്റെ പ്രയർ റെക്കമെൻഡേഷൻ വേണം. സ്റ്റേറ്റ് കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് അഡ്വാൻസസ് കൊടുക്കുന്നത് ഗവർണറാണ്. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. ഗവർണറുടെ ജുഡീഷ്യൽ പവേഴ്സിൽ പ്രസിഡൻറ്റിൻ്റെ ജുഡീഷ്യൽ പവേഴ്സ് പോലെ പാർഡണിങ്, റിപ്രൈവ്, റെസ്പൈറ്റ് ആൻഡ് റെമിഷൻസ് ഇതൊക്കെ ചെയ്യാനുള്ള അധികാരം ഗവർണർക്കുണ്ട് അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 161. കൂടാതെ ഹൈക്കോടതി ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ കൺസൾട്ട് ചെയ്യാറുണ്ട്. ഗവർണറെ കൺസൾട്ട് ചെയ്തിട്ടാണ് ഹൈക്കോർട്ടിലെ ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. കൂടാതെ സബോർഡിനേറ്റ് കോർട്ടുകളിൽ ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. ജുഡീഷ്യൽ സർവീസസിലേക്കും ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. അടുത്തത് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആർട്ടിക്കിൾ 163 കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ചീഫ് മിനിസ്റ്ററിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ ഗവർണറാണ്. ഈ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ എയ്ഡ് അല്ലെങ്കിൽ അഡ്വൈസ് എന്ന് പറയുന്നത് ഗവർണറുടെ മുകളിൽ ബൈൻഡിങ് ആണ്, എക്സെപ്റ്റ് ഇൻ സം ഡിസ്ക്രിഷണറി കേസസ്. അത് സ്പെസിഫിക് ആയിട്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രിഷണറി ആയിട്ടുള്ള ഗവർണറുടെ പവറുകൾ അല്ലാത്ത സമയത്തൊക്കെ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത് ഗവർണർക്ക് ബൈൻഡിങ് ആണ്. അടുത്തതായിട്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്, ടെന്യൂർ, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ആർട്ടിക്കിൾ 164 പ്രകാരം ചീഫ് മിനിസ്റ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. മറ്റുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണർ തന്നെയാണ് അക്കോർഡിംഗ് ടു ദ അഡ്വൈസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ. ഓരോ മിനിസ്റ്ററും ഓഫീസിൽ തുടരുന്നത് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ദ ഗവർണറാണ്. അതായത് ഈച്ച് ഓഫ് ദ മിനിസ്റ്റർ ഈസ് ഇൻഡിവിജ്വലി റെസ്പോൺസിബിൾ ടു ദ ഗവർണർ അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 164(1). എന്നാൽ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സപ്പോർട്ടിലാണ് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ നിലനിൽപ്പ്. സോ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലെജിസ്ലേറ്റീവ് അസംബ്ലി ബട്ട് ഇൻഡിവിജ്വലി റെസ്പോൺസിബിൾ ടു ദ ഗവർണർ. ആർട്ടിക്കിൾ 164(3) പറയുന്നത് ഓത്ത് ഓഫ് ഓഫീസ് ആൻഡ് ഓത്ത് ഓഫ് സീക്രസിയാണ് മെൻഷൻ ചെയ്യുന്നത്. അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഗവർണറാണ്. ഗവർണറാണ് ഓരോ മിനിസ്റ്റേഴ്സിനും സത്യപ്രതിജ്ഞ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അതുകൂടാതെ ഓരോ മിനിസ്റ്റേഴ്സും കൗൺസിൽ ഓഫ് മിനിസ്റ്ററിലെ മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ലെജിസ്ലേച്ചറിൻ്റെ മെമ്പേഴ്സ് അല്ലെങ്കിൽ പോലും 6 മാസത്തിനുള്ളിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ മെമ്പേഴ്സായിട്ട് മാറിയിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് മിനിസ്റ്റേഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ 3 കാറ്റഗറി മിനിസ്റ്റേഴ്സ് ഉണ്ട്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. ഈ കാറ്റഗറീസൊക്കെ ഞാൻ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് ഇവിടെയും പറയുന്നില്ല. ക്യാബിനറ്റാണ് ഒരു സ്റ്റേറ്റിലെ സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത്. സീനിയർ മോസ്റ്റ് മിനിസ്റ്റേഴ്സാണ്, പ്രധാനപ്പെട്ട മിനിസ്ട്രീസ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റേഴ്സാണ് ക്യാബിനറ്റിൽ വരുന്നത്. സോ ക്യാബിനറ്റ് എന്ന് പറയുന്നതാണ് ന്യൂക്ലിയസ് ഓഫ് ദ കൗൺസിൽ. ഇറ്റ് ഈസ് എ സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡി ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ ഇൻ സ്റ്റേറ്റ്. അടുത്ത ചീഫ് മിനിസ്റ്ററെ കുറിച്ചിട്ട് ചില പ്രൊവിഷൻസ് നോക്കാം. ആർട്ടിക്കിൾ 164 പറയുന്നുണ്ട് ചീഫ് മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. സാധാരണഗതിയിൽ ലീഡർ ഓഫ് ദ മെജോറിറ്റി പാർട്ടി അല്ലെങ്കിൽ മെജോറിറ്റി കോയലേഷനെയാണ് അദ്ദേഹം ചീഫ് മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല എങ്കിൽ, അങ്ങനെ ഒരു ക്ലിയർ മെജോറിറ്റി ആർക്കും ഇല്ല എങ്കിൽ
ലീഡർ ഓഫ് ലാർജസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ലാർജസ്റ്റ് കോയലേഷനെ അദ്ദേഹം ചീഫ് മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. എന്നിട്ട് ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിൻ്റെ ഉള്ളിൽ മെജോറിറ്റി പ്രൂവ് ചെയ്യാൻ പറയും. ചീഫ് മിനിസ്റ്റർ ഗവർണറുടെ പ്ലഷറിനനുസരിച്ചിട്ടാണ് ഓഫീസിൽ തുടരുന്നത്. എ ചീഫ് മിനിസ്റ്റർ ഹോൾഡ്സ് ഹിസ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ദ ഗവർണർ. അദ്ദേഹത്തിനെ പക്ഷേ റാൻഡമായിട്ട് ഡിസ്ക്രീറ്റായിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. ആസ് ലോങ് ആസ് ഹീ ഹോൾഡ്സ് ദ മെജോറിറ്റി സപ്പോർട്ട് ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഒരു ചീഫ് മിനിസ്റ്ററിനെ ഒരു ഗവർണർക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. ഒരു ചീഫ് മിനിസ്റ്ററിൻ്റെ പോസ്റ്റ് വാക്കൻ്റ് ആണെങ്കിൽ ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് തുടരാൻ സാധിക്കില്ല, ഓട്ടോമാറ്റിക്കലി ഡിസോൾവ് ആയി പോകും. അടുത്ത എക്സിക്യൂട്ടീവ് ഓർഗൻ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജനറലാണ്. യൂണിയൻ ഗവൺമെൻറ്റിലുള്ള പോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ലീഗൽ അഡ്വൈസറാണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 165 അഡ്വക്കേറ്റ് ജനറൽ ഫോർ ദ സ്റ്റേറ്റിനെ മെൻഷൻ ചെയ്യുന്നത്. അഡ്വക്കേറ്റ് ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ഹൈക്കോടതി ജഡ്ജ് ആവാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെയാണ് അഡ്വക്കേറ്റ് ജനറലായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഹി ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ദ ഗവർണർ. ഗവർണറിൻ്റെ പ്ലഷറിനനുസരിച്ചിട്ടാണ് അഡ്വക്കേറ്റ് ജനറൽ തുടരുന്നത്. പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ടു ഗീവ് അഡ്വൈസ് ടു ദ ഗവൺമെൻറ് ഓഫ് ദ സ്റ്റേറ്റ് ഓൺ ലീഗൽ മാറ്റേഴ്സ്. അതുകൂടാതെ ഗവർണർ അസൈൻ ചെയ്യുന്ന ലീഗൽ ക്യാരക്ടറുള്ള മറ്റു ഡ്യൂട്ടികളും അദ്ദേഹം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ചില പ്രിവിലേജസ് ഒക്കെ ഉണ്ട്. അതായത് സ്റ്റേറ്റിലെ ഏത് കോർട്ടിലും അദ്ദേഹത്തിന് റൈറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട് ആസ് പാർട്ട് ഓഫ് പെർഫോമിങ് ഹിസ് ഡ്യൂട്ടീസ്. അതുകൂടാതെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ കമ്മിറ്റീസിലോ മറ്റ് പ്രൊസീഡിങ്സിലൊക്കെ പങ്കെടുക്കാനും സംസാരിക്കാനുമുള്ള റൈറ്റ് ഇദ്ദേഹത്തിനുണ്ട്. പക്ഷേ വിത്തൗട്ട് എ റൈറ്റ് ടു വോട്ട്. ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ മെമ്പറിനെ പോലെ ഉള്ള പ്രിവിലേജസും ഇമ്മ്യൂണിറ്റീസും അഡ്വക്കേറ്റ് ജനറലിന് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഗവൺമെൻറ് സെർവൻ്റായിട്ട് അഡ്വക്കേറ്റ് ജനറലിനെ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ലീഗൽ പ്രാക്ടീസസ് അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരെ അദ്ദേഹം ഒരു ലീഗൽ അഡ്വൈസും കൊടുക്കാൻ പാടില്ല. സോ ഇത്രയുമാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിനെ കുറിച്ച് പറയാനുള്ളത്. ഇതൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്. ഇതിന് മുകളിൽ മോർ എഫേർട്ട് എടുത്തിട്ട് നിങ്ങളുടെ കൺസെപ്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് വരണം. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ നന്നായിട്ട് റിവൈസ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.